KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി സണ്ണി ജോസഫ്. കരുണാകരന്റെ ഓർമ്മ കരുത്തു പകരുമെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയും സണ്ണി ജോസഫ് ഇന്ന് സന്ദർശിക്കും. KPCCയുടെ ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് തൃശ്ശൂരിലെത്തി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലീഡറിൽ നിന്ന് ലഭിച്ച ആവേശകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജം ഞങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതുന്നു. ഇനിയും ബഹുമാന്യനായ കേരളത്തിൻ്റെ ജനകീയ നേതാവ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിലേക്ക്, കല്ലറയിലേക്ക്, പുതുപ്പള്ളിയിലേക്ക് ഞങ്ങൾ പോകുന്നു. എല്ലാവരും അവിടെയും പ്രണാമർപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. സൂരജ് സജിയാണ് ആ വാർത്തകൾ വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ഒക്കെ ആദരമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന പന്താവിലേക്ക് ഇറങ്ങുകയാണോ? ഹാഷ്മി, തീർച്ചയായും ഇന്ന് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ഈ കോട്ടയത്തേക്ക്, പുതുപ്പള്ളിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഇദ്ദേഹത്തോടൊപ്പം PC വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു, AP അനിൽകുമാർ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റുമാരാണ്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇന്ന് ഈ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇവിടെ ഒന്ന് പോയത്. ഈ കരുണാകരന്റെ പ്രവർത്തന പാരമ്പര്യം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൂടുതൽ കരുത്താകും എന്നുള്ളതാണ് പറയുന്നത്. നാളെയാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി ചുമതലയേൽക്കാനിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഈ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയത്. 10 മണിയോടുകൂടി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും എത്തി ഇന്ന് പുഷ്പാർച്ചന സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് എത്തിയതിന് ശേഷം, അതായത് മറുതലക്കൽ ഒരു വിവാദമെല്ലാം നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് സംഘടനയെ കൂടുതൽ കരുത്തോടുകൂടി കൊണ്ടുപോകുക എന്നുള്ളതാണ് സണ്ണി ജോസഫ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴയകാല നേതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ അടക്കമെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിലേക്ക് പോകുന്നത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരത്തേക്ക് സണ്ണി ജോസഫ് എത്തുകയും ചെയ്യും. കാശ്മീർ ഓക്കെ, സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത് ഇനിയിപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന വഴിയിലേക്ക് ഇറങ്ങുകയാണ്. അതിനു മുന്നോടിയായി നടത്തുന്ന പ്രണാമർപ്പിക്കൽ. അതെ, അവരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളോടെ എന്ന ഒരു കാര്യം, അത് കരുത്തു പകരുമെന്നാണ് അദ്ദേഹം പറയുന്നത്.